പരാതികൾ കൂടാതെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്ന ഒരു വയോധികയുണ്ടായിരുന്നു. അവളുടെ കരച്ചിലിന് കാരണം അവളുടെ 2 മക്കളാണ്. ആ 2 മക്കളെ ഓർത്ത് ഈ വയോധിക എപ്പോഴും കരയുമായിരുന്നു. ഒന്നാമത്തെ മകൾ ഒരു പൂ വിൽക്കുന്ന സ്ത്രീയാണ്. രണ്ടാമത്തെ മകൾ പപ്പടം വിൽക്കുന്ന സ്ത്രീയാണ്. ഒരിക്കൽ ഗുരുവിൻ്റെ അടുത്ത് ഈ വയോധിക തൻ്റെ സങ്കടവുമായി എത്തിയപ്പോൾ, തൻ്റെ പരാതിയുമായി എത്തിയപ്പോൾ ഗുരു ചോദിച്ചു, നീ എന്തേ ഇതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു? അപ്പോൾ അവൾ പറഞ്ഞത്, മഴ പെയ്യുമ്പോൾ പപ്പടം വിൽക്കുന്ന എൻ്റെ മകൾക്ക് അവളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. വെയിലുള്ളപ്പോൾ പൂ വിൽക്കുന്ന എൻ്റെ മകൾക്ക് അവളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞു, മഴയുള്ളപ്പോൾ പൂ വിൽക്കുന്ന മകളുടെ നന്മയെ ഓർത്ത് നിനക്ക് സന്തോഷിച്ചുകൂടെ? വെയിലുള്ളപ്പോൾ പപ്പടം വിൽക്കുന്ന നിൻ്റെ മകളെ ഓർത്ത് നിനക്ക് സന്തോഷിച്ചുകൂടെ? പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന നന്മകളെ ഓർത്ത് നമ്മൾ സന്തോഷിക്കാതെ നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ അരികിലുള്ള ഒത്തിരി നന്മകളുണ്ട്. ആ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ നമ്മളെപ്പോഴും അതിൻ്റെ കുറവുകളെ ഓർത്ത് പരാതിപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നു. വചനം പറയുന്നത്, നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് നീ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നാണ്. ഒരിക്കൽ ഒരു വ്യക്തി തനിക്ക് കാലിൽ ധരിക്കാനായിട്ട് ചെരുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടുകയാണ്. ആ പരാതി അവൻ ദേവാലയത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേലിടുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്കൊരു ചെരുപ്പില്ല, എൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ ചെരുപ്പുണ്ട്. പ്രാർത്ഥിച്ചിട്ട് അവൻ ദേവാലയത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാലില്ലാത്ത ഒരു വ്യക്തി തൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവമേ, നീ എനിക്ക് 2 കാലുകളും തന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നമുക്കുള്ള നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാതെ നാം അതിനെ ഓർത്ത് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിൽ അധ്യാപിക തൻ്റെ കുട്ടികളോട് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ 7 അത്ഭുതങ്ങൾ, ലോകാത്ഭുതങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിൽ എത്രയും വേഗം എഴുതി എന്നെ കാണിക്കുക. കുട്ടികളെല്ലാം അവർക്കറിയാവുന്ന ലോകാത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി മാത്രം എഴുതാതെ വെറുതെ ഇരിക്കുന്നു. ഇത് കണ്ട അധ്യാപിക കുട്ടിയുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, നീ എന്താണ് മകളെ നീ ഒന്നും എഴുതാതിരിക്കുന്നത്? അപ്പോൾ മകൾ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത് ദൈവം എനിക്ക് നൽകിയ കൈകളാണ്, ദൈവം എനിക്ക് നൽകിയ കണ്ണുകളാണ്, ദൈവം എനിക്ക് നൽകിയ എൻ്റെ കാലുകളാണ്, ദൈവം എനിക്ക് നൽകിയ ഈ ശരീരമാണ് ഞാൻ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. പ്രിയമുള്ളവർ, തീർച്ചയായും ഇതൊരു തിരിച്ചറിവാണ്. ചുറ്റുമുള്ള കാര്യങ്ങളെ ഓർത്ത് പരാതിപ്പെടാതെ നമുക്കുള്ള നന്മയെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഒരു ക്ഷണം, ഈ തപസ് കാലം പരാതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ധ്യാനിക്കാനുള്ള, പരാതിപ്പെടാതെ ധ്യാനിക്കാനുള്ള നിമിഷങ്ങളാണ്. ഈ പരാതികളൊക്കെ മാറി നമുക്കുള്ള നന്മകളിൽ ആശ്രയിച്ച് അതിൽ ദൈവത്തെ സ്തുതിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തും പരാതികൾ കൂടാതെ ജീവിക്കാൻ. പണ്ടുള്ള വ്യക്തികളെ എടുത്ത് നോക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു പരാതികളും കൂടാതെ ജീവിച്ച വ്യക്തികളാണ്. ഒന്ന് കറണ്ട് പോയാൽ മുകളിൽ ടെറസിൽ പോയി കിടന്നുറങ്ങുന്ന വ്യക്തികൾ, ഒരു നേരം മീനില്ലെങ്കിൽ ഉള്ള തങ്ങളുടെ കൈവശമുള്ള ഉണക്കമീൻ വെച്ച് കഴിക്കുന്ന പഴയ കാലത്തെ ആളുകൾ. എന്നാൽ ഇന്നത്തെ ഒരു ജനറേഷൻ എല്ലാത്തിനും പരാതികൾ പറയുന്ന ഒരു കൂട്ടം മനോഭാവം. പ്രിയമുള്ളവരെ, ഈ തപസ് കാലത്തിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. പരാതിപ്പെടാതെ നന്മയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ്. ഭാര്യ ഭർത്താവിനെ ഓർത്ത് പരാതിപ്പെടുന്നു, ഭർത്താവ് ഭാര്യയെ ഓർത്ത് പരാതിപ്പെടുകയാണ്. എൻ്റെ ഭാര്യ ഒരു തേങ്ങ പോലെയാണ്, ഈ തേങ്ങ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്, തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം, തേങ്ങ കൊണ്ട് കയറുണ്ടാക്കാം, ചിരട്ട നമുക്ക് മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ തേങ്ങ വന്ന് തലയിൽ വീണാനുള്ള അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്കെതിരെ
മെസ്സേജ്. ഇത് കേട്ട ഭാര്യ വെറുതെ ഇരിക്കോ? ഭാര്യയും ഒരു മെസ്സേജ് ഇട്ടു. എൻ്റെ ഭർത്താവും ഒരു തേങ്ങ പോലെയാണ്. ഈ തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം, കയറുണ്ടാക്കാം, ഇപ്രകാരമുള്ള മെസ്സേജുകൾ ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് അവസാനം ഭാര്യ പറയുകയാണ്, ഈ തേങ്ങ പൊട്ട തേങ്ങ ആയുള്ള അവസ്ഥ എന്താണ്? ഇതുപോലെ ദാമ്പത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവിത പങ്കാളികൾ പരസ്പരം പരാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പരാതികൾ മാറ്റിവെക്കാം. യേശുവിനെ നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. തൻ്റെ പീഡാസഹനങ്ങളിലും തൻ്റെ മരണനേരത്തും ഒന്നിനോടും പരാതിപ്പെടാതെ ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോയ വ്യക്തി. പരിശുദ്ധ കന്യകാമറിയം ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാതെ മുന്നോട്ട് പോയ വ്യക്തി. കൃതജ്ഞതാ മനോഭാവത്തോടുകൂടെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാതെ നമുക്കും മുന്നോട്ട് പോകാം. ആമേൻ.